ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ജയതാരകം എന്ന ബസ് സ്റ്റോപ്പാണിത്. മണ്ണുത്തിയിലാണ്, തൃശ്ശൂർ മണ്ണുത്തിയിലാണ്. ജയൻ മെമ്മോറിയൽ സാംസ്കാരിക വേദി തൃശ്ശൂരാണ് ഇങ്ങനൊരു ബസ് സ്റ്റോപ്പ് പണി കഴിപ്പിച്ചിട്ടുള്ളത്. നിങ്ങൾക്കറിയാം, ഞാൻ രണ്ട് വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഇങ്ങനൊരു വീഡിയോ ചെയ്യാനുള്ള കാരണം എന്താണെങ്കിൽ, നമ്മുടെ ജയൻ്റെ ഏറ്റവും വലിയ ഹിറ്റായിട്ടുള്ള ശരപഞ്ചരം എന്ന സിനിമ റിലീസ് ചെയ്യാൻ പോവുകയാണ്, റിലീസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിന് മുന്നോടിയായിട്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യാനുള്ള കാരണം ഇവിടെ അതിന് പോസ്റ്റർ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ജയൻ്റെ ഫാൻസ് പ്രവർത്തകരാണ് ഇങ്ങനൊരു സംഘടന ഉണ്ടാക്കിയിട്ടുള്ളത്. ഇപ്പോൾ ജയൻ്റെ ഈ സിനിമ കുതിരക്കാരനായി വന്ന് കുടുംബക്കാരനായ ജയൻ്റെ ആക്ഷൻ ത്രില്ലർ സിനിമയാണ് ശരപഞ്ചരം. അത് വീണ്ടും തിയേറ്ററിൽ 25-ാം തീയതി മുതൽ വരാൻ പോവുകയാണ്, ഈ 25-ാം തീയതി മുതൽ. അപ്പോൾ നമ്മളെ ഈ ബസ് സ്റ്റോപ്പിൽ തന്നെ അതിന് പോസ്റ്റർ ഒട്ടിച്ചിട്ടുണ്ട്. മാത്രമല്ല ജയൻ്റെ ഇവിടെ നല്ലൊരു ബോർഡ് വെച്ചിട്ടുണ്ട്, ജയൻ മാലിട്ട് നിൽക്കുന്നതും. അതുപോലെ തന്നെ ജയൻ്റെ ഹിറ്റ് സിനിമകളെക്കുറിച്ചുള്ള എല്ലാ ഹിറ്റ് സിനിമകളിലും പോസ്റ്ററുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ശക്തി 100 ദിവസം കളിച്ചുള്ള തീനാളങ്ങൾ, 100 ദിവസം, തടവറ, കരിമ്പന, ആവേശം, അങ്ങാടി, പുതിയ വെളിച്ചം, ചാകര, മൂർഖൻ, മീൻ, ഈ സിനിമകളിലൊക്കെ പോസ്റ്റർ കൂടി ഉണ്ട്. ജയൻ മലയാള സിനിമയുടെ എന്താ പറയുക, നിത്യവസന്തമായിരുന്നു ജയൻ. അതായത് മാത്രമല്ല ആക്ഷൻ ഹീറോ, ആദ്യത്തെ ആക്ഷൻ ഹീറോ ആണ്. ശാപമോക്ഷത്തിൽ ജനിച്ച് കോളിളക്കത്തിൽ അവസാനിച്ച ജീവിതമാണ് അദ്ദേഹത്തിൻ്റെ. കൊല്ലം തേവള്ളി ഓലയിൽ പൊന്നച്ചൻ വീട്ടിൽ മാധവൻ പിള്ളയുടെയും ഭാരതിയമ്മയുടെയും മകനായ കൃഷ്ണൻ നായർ എന്ന ജയൻ മലയാള സിനിമയിൽ ജ്വലിച്ചു നിൽക്കുന്ന ഒരു താരമാണ്. സിനിമയിൽ വരുന്നതിന് മുമ്പ് നേവി ഉദ്യോഗസ്ഥനായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ആരാധകനായിരുന്നു ഞാൻ. അതിനുശേഷമാണ് ഞാൻ മമ്മൂട്ടിയുടെ ആരാധകനായി മാറിയത്. നമുക്ക് ജീവിതത്തിൽ ആദ്യത്തെ ജയൻ്റെ ആരാധകനായിരുന്നു, പിന്നീട് മമ്മൂക്കയുടെ ആരാധകനായി മാറി. ഇപ്പോഴും മമ്മൂക്കയുടെ ആരാധകനായി തുടരുന്നു. അപ്പോൾ ജയൻ്റെ എല്ലാ സിനിമകളും ഞാൻ കണ്ടിട്ടുണ്ട്. ജയൻ്റെ എല്ലാ സിനിമകളിലെയും പോസ്റ്റർ കൂടിയുണ്ട്. അപ്പോൾ അനശ്വരനായ ജയൻ്റെ ശരപഞ്ചരം എന്ന ഹരിഹരൻ സിനിമ 25-ാം തീയതി വരാൻ പോവുകയാണ്. അപ്പോൾ എല്ലാവരും സിനിമ തിയേറ്ററിൽ പോയി കാണുക, വിജയിപ്പിക്കുക.